ആ ആ ഒന്നും ഒന്ന് എല്ലാം അടിച്ച ഒച്ചയൊക്കെ നോക്കട്ടെ എന്തായാലും നോക്കട്ടെ ആരാണെന്ന്. വരി ആ കേറി ഞങ്ങളെ കാപ്പിക്കേ ആ വരുന്നാലേ എടി ഇതാ ഇവിടെ ഇരിക്കും ഇതാ ഇവിടെ തന്നെ ഇരുന്നോളി. ആ കുഞ്ഞുമോ എടി ഞാൻ കുറച്ച് നേരം വരും. ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഇരിക്കാം. ആയിക്കോട്ടെ. എന്താ എന്നിട്ട് മട്ടൊക്കെ ഏതായാലും ഇപ്പൊ ചോളൊന്ന് വിളിച്ച് ഞാളൊന്ന് കാണട്ടെ. കണ്ടിട്ട് അടച്ച് ആ കരിമാറ്റിനോട് എല്ലാം പറഞ്ഞ പോലെ പേരക്കുട്ടിക്ക് ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞാണ്ട് ഓൻ പിന്നെ സൗദിയിലാണ്. എനിക്ക് ഈ പറഞ്ഞ കൂട്ടന്മാർ ചെറുക്കും ചേരൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാപ്പ വേണം മുതല് വേണമൊക്കെ കുറെ നിബന്ധനകളാണ്. അപ്പൊ ഏതായാലും ചോളെ വിളിച്ചു കണ്ടിട്ടാണ് ടീച്ച അങ്ങോട്ട് പോകാൻ നേരില്ലഞ്ഞ് അപ്പൊ വിളിച്ചോളെ കുഞ്ഞോളെ കുഞ്ഞോളെ വന്നാ കുഞ്ഞോളോളെ പേര് ആ കുഞ്ഞോളെ മളെ വാണിയേ കാണട്ടെ കഴിഞ്ഞാത്ത ബാ ഓളുണ്ട് ഇവിടെ. ഓളിപ്പോ വന്നിക്കണ് കോളേജിട്ട് കണ്ട് വന്നിക്കണം. അപ്പൊ ഞാൻ അവളോടൊന്ന് വേഗം തുണിക്കുപ്പായൊക്കെ മാറ്റി നിങ്ങൾ വരുന്ന പറഞ്ഞിക്കണ്. അതിനകത്ത് വരുന്ന പറഞ്ഞാണ്ട് മാറ്റി കയറാണ്ട് റെഡി ആയി വാവൾക്ക് ഇവിടെ ഇങ്ങക്ക് എന്താ കുടിച്ചാൽ എന്താ വേണ്ടി ചായ വെള്ളം എന്താ എടുക്കേണ്ടി പയ്യ എന്നല്ലേ ഇത്രകാലം നേരെ ഞങ്ങളെ കാത്തിക്കണ് 10:45 ഞാൻ അങ്ങനെ വെച്ച് നേരം പോണ്ടേ വെച്ചിട്ടേ ഞാൻ അങ്ങനെ കാത്ത് കാത്ത് ക്ലോക്കൊക്കെ നോക്കി നേരം കഴിച്ചേരി. എടുത്തട്ടോ അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇതല്ലേ നമ്മളെ കുട്ടി എത്ര മോളെ പേര്? എന്റെ ശരിക്കുള്ള പേര് ഫർസാന. ആ കുഞ്ഞോളാണ് വിളിച്ചത് നമ്മ പറഞ്ഞേ കേട്ട്. എന്തൊക്കെയാ എപ്പോഴാണ് കോളേജൊക്കെ വിട്ട് വന്നത്? ഞാന് ഇന്ന് കോളേജില്ലേനി. പിന്നെ വേറെ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ എനിക്ക് ഇനി അറിയോ? ഞാൻ മനസ്സിലായോ ആരാന്നുള്ളത്? ഇല്ല അമ്മ എന്നെ പറഞ്ഞീനി. ആ ഞാൻ ആൾ സൈനാത്ത എന്റെ അമ്മാന്റെ കൂട്ടുകാരത്തിയും ഏട്ടത്തിയും ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ്. ആയിക്കോട്ടെ എന്നാ ശരി കേട്ടോ. പോയിക്കോ. ഞാൻ അമ്മാട് കുറച്ച് വർത്താനം പറയട്ടെ തന്നെ. ആയിക്കോട്ടെ പോയിക്കോട്ടോ. എന്നായിക്കോട്ടെ എന്നാ ശരി. നിങ്ങളെങ്കിലും അമ്മാട് വർത്താനം പറഞ്ഞി കേട്ടോ. എന്നായിക്കോട്ടെ താത്ത ചോറിട്ട് പോയാ കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കിക്കണ് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. താങ്കൾ കണ്ടില്ലപ്പം നമ്മളെ കുട്ടീനെ അതാപ്പം നമ്മളെ കുട്ടി. ഓക്കെ എൻ്റെ ഇടങ്ങാറാണ് ഇങ്ങനെ ബ്രോക്കർമാരൊക്കെ വരുമ്പോൾ മുമ്പക്ക് വെള്ളം കൊണ്ട് ചെല്ലാൻ എന്തോരം ഇടങ്ങാറാച്ച കുട്ടിക്കറിയോ. കാരണം ഓളെ നിറം ചെയ്യലും അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര മനസ്സിക്ക് ഈസലാണ്. എൻ്റെ കുട്ടി ഇപ്പം വെച്ച് സ്വർണ്ണക്കട്ടയാണ്. പക്ഷെ എൻ്റെ പൊന്നു കുറച്ച് നിറം ഉണ്ടായതുകൊണ്ട് എല്ലാ കല്യാണക്കാരും ഈവനും ഓളെ വൈത്താലെയാണ്. കെട്ടിച്ചേരുവോ എവിടേക്കോ കൊണ്ടുപോകാൻ വെച്ചാ കല്യാണത്തിനോ എന്തെങ്കിലും വിഷയത്തിനൊക്കെ പോയാലൊക്കെ കല്യാണക്കാരോട് അടി. എന്നാ എൻ്റെ ഈ കുട്ടിയുണ്ട് അതിന് ആർക്കല്ലോ ഒക്കെ നിറത്തിൻ്റെ പേരിലാണ്. നിറാണ് എല്ലാവർക്കും മാണ്ടിയത്. നിറണ്ടോ എന്നാ ചൊറുക്കുണ്ട് എന്നൊരു കാഴ്ചപ്പാടിൻ്റെ ആൾക്കാരാണ് നമ്മളെ ഈ ദുനിയാവില്. ഇപ്പം എൻ്റെ കുട്ടിക്ക് എൻ്റെ നിറം കിട്ടിയോണ്ട് ഇപ്പം എൻ്റെ കുട്ടി ഇടങ്ങേറിൻ്റെ അവലും കുഞ്ഞായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിലേറെ ഇടങ്ങേറായി. എന്തോ ഒരു ഈസലാറ് എൻ്റെ കുട്ടീൻ്റെ കാര്യം ശരിയാകായിട്ട് മറ്റോളെ കാര്യം പറ്റി നമുക്ക് ബേജാറില്ല അതിനകത്താ. അപ്പം ഇതിനെന്തേലും ഒരു ഇതാണ് വർത്താനം കൂട്ടങ്ങൾ കേട്ടതിൻ്റെ വർത്താനം കൂട്ടൊക്കെ എന്തോ നല്ല സ്വഭാവമാണ് അഞ്ച് കുട്ടി. ഒരു പരീക്ഷണം ആക്കി കൊടുത്താൽ മതി. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു മനസ്സിനോട് പെരുമാറാനും എല്ലാതും എൻ്റെ കുട്ടിക്കാരും വെച്ചുണ്ടാക്കാനും ആ പെരുത്ത പണിയെടുക്കാനും ഒക്കെ എൻ്റെ കുട്ടി ഉസാറാണ്. പക്ഷെ ചേരും ചൊക്കല്ലേ മാണ്ടിയ നിറാണ് നമ്മളവിടുത്തെ ഒരു വിഷയമായി കാണുന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എങ്ങനെയും എന്തേലും ആ ചെങ്ങായിക്ക് പറ്റിയമോ എന്താ പറഞ്ഞങ്ങളോട് നിറത്തിൻ്റെ കാര്യമൊക്കെ എന്താ പറഞ്ഞത്? എന്താ മറം മാണങ്ങ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? അതിനൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുട്ടി ഏതായാലും ഇപ്പം എന്താ അതൊന്നൊരു വിഷയമില്ല. നമുക്ക് നല്ലൊരു ആർക്കും ചെറുക്കും ഒക്കെ നല്ലൊരു കുട്ടിയായാൽ മതി. നിറത്തിനൊക്കെ അപ്പം എന്താണ് കാത്തിട്ടും പെടുത്തുന്നവരെ മെൻസന്മാരില്ലത്. ഇജ്ജ് പറഞ്ഞ നേരം തന്നെയാണ് ഒക്കെ പൊളുത്തോലെ മതി. സിനകത്ത് കുട്ടികളുണ്ടോ ചോദിച്ചാൽ ഉണ്ടരാ വെളുത്തിട്ടാണോ അതാ ചോദ്യം ഫസ്റ്റ്. എങ്ങനെയുണ്ട് കുട്ടി വെളുത്തിട്ടാണോ? വെളുത്തിട്ടാണെങ്കിൽ എല്ലാവരും വിചാരം എന്താ ചൊറുക്കാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പം. അത് കുണ്ടന്മാർക്കും അങ്ങനെ തന്നെയാണ്, ഓരോ പേരക്കാർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ കുട്ടീൻ്റെ അല്ലേ നമുക്ക് ശരിയാക്കാം. ജീസരാകല്ലേ ബേജാറാകല്ലേ ഒക്കെ നടക്കും.
പഠിച്ചോന്റെ അനുഗ്രഹം എന്താ നടക്കാത്തണ്ണി ആ ആയിക്കോട്ടെ അത് സാരില്ലാന്ന് പറഞ്ഞോട് ഇച്ചിക്ക് മകള് പറഞ്ഞോട് ഇഞ്ച് മനസ്സിക്ക് സമാധാനമായിട്ടോ. പക്ഷെ അങ്ങനെയല്ലേ ചെറുക്കന്മാർക്ക് പറ്റിയാലും ഓരോ പെരക്കാര് അതേമാതിരി ഓൾക്ക് പെങ്ങന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾക്കൊന്നും ഇഷ്ടപ്പെടൂലേ. ഓൾക്കൊക്കെ പുറത്തേക്ക് നാലാളടി കൊണ്ടടക്കണമെങ്കിൽ നല്ല ചൊറുക്കും ചേരും വേണം അങ്ങനത്തെ ഒക്കെ അതല്ലേ. ആ നിങ്ങളിത് പറഞ്ഞോട് ഓരോട് ശരിക്കും പറഞ്ഞിട്ടില്ലേ. ആ അതുകൊണ്ട് സമാധാനം. എൻ്റെ കുട്ടിക്ക് ഇതാത് ഈ മുതലൊക്കെ എൻ്റെ കുട്ടിക്കില്ലാണ്. എൻ്റെ ഓൾക്ക് ഞാൻ ഞാൻ കൊടുക്കും. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടായി കിട്ടിയാൽ മതി. അത്ര ഒരു പ്രാർത്ഥന വിളിച്ച് പഠിച്ചവനോട്. മൂപ്പരും കൂടി ഇവിടെ ഇല്ല. മൂപ്പരുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഒരു ഇത് ഇച്ച് ഭാരം കുറവേനി. ഇതിപ്പോൾ എല്ലാതും ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന് താങ്ങണം. എൻ്റെ കുട്ടിൻ്റെ അടങ്ങാറും എല്ലാ കാര്യങ്ങളും. ഏതായാലും മായൊക്കെയില്ലേ അപ്പൊ കട്ടൻ ചായ കൊടുക്കും. മുപ്പത്തേര് കട്ടൻ ചായ കയറി ഇഷ്ടം. അല്ല നിങ്ങൾക്ക് മധുരം കൂട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ എന്നാ മധുരം ഇട്ട് കിട്ടാൻ ഇവിടെ ഇപ്പൊ എടുക്കാം. ഞാൻ ഇപ്പൊ തരാം. അവിടെ ഇരിക്കും കുറച്ചു നേരം ഇരിക്കും വരാ. കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തണുത്താവും അറിയില്ല. ചൂടാ അടുക്കപ്പെടും.